കോൾപ്പാടങ്ങളും കുന്നിൻ ചെരിവുകളും കോടമഞ്ഞിൻ്റെ കുളിരിനെ പുണർന്ന് മയക്കമുണരാൻ മടിക്കുന്ന പ്രഭാതം. അകലെ മാതാവിൻ്റെ ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മണിമുഴങ്ങുന്നു. ഉറക്കമുണരുന്ന കുഞ്ഞ് അമ്മയെ തിരയുന്ന പോലെ പകലാരംഭത്തിൽ മാതൃസന്നിധിയിലേക്ക് പുറപ്പെടുന്ന അനേകം പേർ. തുമ്പയും കൊങ്ങിണിയും കാട്ടുപൂക്കളും തൊങ്ങലു ചാർത്തി കൂറ്റൻ വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട് മേതൃക്കോവിൽ കുന്നിനു മുകളിൽ മറ്റം ദേശക്കാരുടെ അമ്മ, വനമാതാവ്. അതിപുരാതനമായ മറ്റം ഇടവക സ്ഥാപിതമായത് AD 140 ഇത് ഒരു കാർഷിക മേഖലയായിരുന്നു. ദൈവത്തിൽ ആഴമേറിയ വിശ്വാസമുള്ള, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനത. തൃശൂർ അതിരൂപതയിൽ ഗുരുവായൂരിനടുത്താണ് മറ്റം സെയിൻറ് തോമസ് ഇടവക ദേവാലയം. പഴമയും പൈതൃകവും വിശ്വാസ ചൈതന്യത്തെ സമ്പന്നമാക്കുന്ന ഈ ഫൊറോന ഇടവകയിലാണ് 8 പതിറ്റാണ്ടോളം പഴക്കമുള്ള നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയോട് വലിയ സ്നേഹവും ആദരവുമാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, കൃഷി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചതിന് ശേഷം മാത്രമേ അവർ കൃഷി തുടങ്ങാറുള്ളൂ. 1938 മെയ് 24 അന്നത്തെ അസിസ്റ്റൻ്റ് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഡേവിഡ് സി വെള്ളാനിക്കാരനച്ചൻ റോമിൽ നിന്ന് കൊണ്ടുവന്ന നിത്യസഹായ മാതാവിൻ്റെ മനോഹരമായ ഒരു ചിത്രമുണ്ടായിരുന്നു. അത് മറ്റത്ത് മേതൃക്കോവിൽ കുന്നിൽ കൊണ്ടുപോയി പാറക്കെട്ടിൽ സ്ഥാപിച്ചു. ഒരുപക്ഷെ വലിയ ആഘോഷങ്ങളും ആരവങ്ങളൊന്നും ഇല്ലാതെ ഏതാനും പേര് ചേർന്ന്, അച്ഛനോട് ചേർന്ന് പോയിട്ടാണ് ആ പടം പാറക്കെട്ടിൽ സ്ഥാപിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ അവിടെ അൾത്താര ശുശ്രൂഷകളും അതുപോലെ സാധാരണക്കാരൊക്കെ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പലർക്കും വലിയ ദൈവാനുഭവങ്ങളുണ്ടായി. പരിശുദ്ധ അമ്മ വഴി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചു. എൻ്റെ ജീവിതത്തിൽ നിത്യസഹായ മാതാവ് വഴി കിട്ടിയ അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനമായതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിന് വേണ്ടി സാമ്പത്തികമായി എനിക്ക് ഒരു ജോലി കിട്ടണമായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ദിവസവും ഉച്ചയ്ക്കുള്ള ബ്രേക്കിൽ
വന്ന് നിത്യസഹായ മാതാവിൻ്റെ അരികെ കൊന്ത ചെല്ലുക പതിവുണ്ടായിരുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണമേ എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഞാൻ 1964 SSLC പാസ്സായി. തുടർന്ന് ഷോർട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ഒരു വർഷം പഠിച്ചു. ആ ഇടയ്ക്കാണ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. ഇന്ത്യൻ സിഗ്നൽ കോറിലേക്ക് വയർലെസ് സെക്ഷനിലേക്ക് ആളുകളെ ആവശ്യമുണ്ട്. ഞാൻ എൻറോൾമെൻറ്റിന് വേണ്ടി എറണാകുളം എത്തി. അവരുടെ ജനാധിക്യം മൂലം അവർ ഗേറ്റ് തുറന്നു വിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൾക്കാരെ ഗ്രൗണ്ടിലേക്ക് കയറ്റി. ഗ്രൗണ്ടിൽ 100 ചില്ലാനം ആൾക്കാരെ ടെസ്റ്റ് നടത്തി 2 പേരെ വെച്ച് അവർ സെലക്ട് ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം വിട്ടയച്ചു. അങ്ങനെ മൊത്തത്തിൽ ഒരു 42 പേരാണ് ഉണ്ടായിരുന്നത്. അവർക്ക് വീണ്ടും റിട്ടൺ ടെസ്റ്റും ബാക്കി IQ മുതലായവ ടെസ്റ്റും കഴിഞ്ഞു വന്നപ്പോൾ വെറും 9 പേർ മാത്രമാണ് സെലക്റ്റായത്. അതിൽ ഏറ്റവും മാതാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഞാനായിരുന്നു ഫസ്റ്റ്. എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ ഫസ്റ്റായി തിരഞ്ഞെടുത്തു. ഏറ്റവും പ്രായം കുറഞ്ഞ ആളും ഞാനായിരുന്നു. 17 വയസ്സായിരുന്നു എൻ്റെ വയസ്സ്. അതിനാൽ എന്നെ അവർ ആ സംഘത്തിൻ്റെ ലീഡറാക്കി മൂവ്മെൻറ്റ് ഓർഡറും വാറണ്ടും തന്ന് എന്നെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് അയച്ചു. അവരെ മൊത്തം എന്നെയാണ് അവരെ ഏൽപ്പിച്ച് എൻ്റെ അടുത്ത് റിക്കാർഡ് തന്ന് ട്രെയിനിങ് സെൻറ്ററിലേക്ക് വിട്ടത്. തുടർന്ന് ഞാൻ 25 കൊല്ലം സർവീസ് ചെയ്തു. ഞാൻ ഓഫീസർ റാങ്കിലാണ് റിട്ടയർ ആയത്. 25 വർഷം സർവീസ് ചെയ്തു. ഇത് മാതാവിൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമല്ല. കൊന്ത ചെല്ലിയാൽ മാതാവ് ഒരു കാലത്തും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. 1939 ആദ്യത്തെ പ്രതിഷ്ഠാ തിരുനാൾ നടത്തുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഈ തിരുനാളിൽ പങ്കെടുത്തതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ അന്ന് നിത്യസഹായ മാതാവിൻ്റെ തിരുനാളിൽ പങ്കുചേരാനായിട്ട് ഇവിടെ വന്നുകൂടിയിരുന്നു. സ്ഥലസൗകര്യം കുറവായിരുന്നു അന്ന് ഈ മാതാവിൻ്റെ പ്രതിഷ്ഠിതമായിരിക്കുന്ന സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ അന്ന് വികാരിയായിട്ട് വന്ന 1938 നവംബർ മാസത്തിൽ വികാരിയായിട്ട് വന്ന കാലം ചെയ്ത അഭിമന്യ ജോർജ് ആലപ്പാട്ട് തിരുമേനിയുടെ നേതൃത്വം, ദീർഘദൃഷ്ടിയോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഈ തീർത്ഥകേന്ദ്രത്തെ ഒരുപാട് വളർത്തിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന മനോഹരമായിട്ടുള്ള ഷഡ്ഭുജാകൃതിയിലുള്ള തീർത്ഥകേന്ദ്രം പണികഴിപ്പിച്ചത് ബഹുമാനപ്പെട്ട ജോൺ മാളിയേക്കലച്ചനാണ്. 1968 ഏപ്രിൽ 28 അതിൻ്റെ വെഞ്ചരിപ്പ് നടന്നു. ആ അവസരത്തിൽ മാതാവിൻ്റെ തിരുനാൾ 1968 ഏപ്രിൽ 31 ഉള്ള തിരുനാളിനൊരുക്കമായിട്ട് കാൽനാട്ടൽ അരങ്ങുകാല് നാട്ടാൻ ശ്രമിച്ചപ്പോൾ അതിന് കുഴിയെടുത്തപ്പോൾ 2-3 അടി താഴ്ത്തുമ്പോഴേക്കും നല്ലൊരു നീരുറവ കാണാനിട വന്നു. വെള്ളം എത്ര വറ്റിച്ചാലും പിന്നെയും അതിൽ വെള്ളം വാർന്നു വന്നിരുന്നു. ഒത്തിരി പേര് അതിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയും ലേപനം ചെയ്യുകയും അതുവഴി സൗഖ്യം ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ട വർഷങ്ങൾ അതിൽ നിന്ന് ആളുകൾ തീർത്ഥജലം സ്വീകരിച്ചിരുന്നു. പിന്നീട് ചില സാമൂഹ്യ ദ്രോഹികൾ അതിനകത്ത് മെറ്റലിടുകയും സിമെൻറ്റ് കൊണ്ടിട്ട് അടയ്ക്കുകയൊക്കെ ചെയ്തു. അത് ഒരുപാട് അസ്വസ്ഥതകൾക്ക് ഇടവന്നു. എന്തായാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഒത്തിരി പേർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 10-15 വർഷങ്ങൾ ആയിട്ട് മക്കളില്ലാതിരുന്നവർ നിത്യസഹായ മാതാവിൻ്റെ അടുത്ത് മറ്റത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മക്കളുണ്ടായതും, ക്യാൻസറും മറ്റതുപോലുള്ള ഗൗരവമാരകമായ രോഗങ്ങളെ ബാധിച്ച് ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞ കാര്യങ്ങളിൽ സൗഖ്യം ലഭിച്ചതൊക്കെ സാക്ഷ്യങ്ങളാണ്, നേർസാക്ഷ്യങ്ങൾ. തിരുനാളിനൊരുക്കമായി അരങ്ങുകാൽ സ്ഥാപിക്കുന്നതിന് കുഴിയെടുത്തപ്പോഴാണ് ദേശവാസികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കുന്നിൻ നെറുകയിൽ ഒരു ഉറവ കണ്ടത്. അടുത്ത പുലരി വരെ അല്പാൽപമായി ഊറി വന്നിരുന്ന ജലം മുഴുവൻ വറ്റിക്കാൻ ശ്രമിച്ചെങ്കിലും ഉറവ നിലച്ചില്ല. സമീപവാസികളെല്ലാം വന്ന് അത്ഭുത ഉറവയിൽ നിന്ന് ജലം ശേഖരിക്കാൻ തുടങ്ങി. കേവലം 4 അടിയോളം മാത്രം താഴ്ചയുള്ള കുഴി ഇടിഞ്ഞു പോകാതിരിക്കാൻ കുഴിയുടെ വ്യാസത്തിനൊത്ത
ഒരു പൈപ്പ് ഇറക്കി വെച്ച് സംരക്ഷിച്ചു പോന്നു. ഞാനിവിടെ നിത്യം വന്നുകൊണ്ടിരുന്ന ഒരു മാതാവിൻ്റെ ഭക്തനാണ് ഞാൻ. വളരെ ഇത് ആരംഭം തൊട്ടേ ഞാൻ വന്നു തുടങ്ങിയുള്ളതാണ്. അത് അന്നും ഇത് കണ്ട ദിവസവും ഞാൻ വന്നു. അത് നേരത്തെ വന്നു, ഇത് വന്നു വീട്ടിലേക്ക് കേട്ടു. അങ്ങനെ വീട്ടിൽ നിന്ന് വന്നു ഇത് വറ്റിക്കാൻ, വെള്ളം വരുന്നത് വറ്റിക്കണ്ട, കാല് കുഴിച്ചിടാൻ. വറ്റിക്കാൻ കുറേ ശ്രമിച്ചു, വെള്ളം വറ്റുന്നില്ല, ഒരുപോലെ വരും. അത് രാത്രി 2:30 വരെ ഞാൻ ഇവിടെ ഇരുന്ന് ഇത് വറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഉറക്കം വന്നപ്പോൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം വന്നപ്പോഴും ഈ വെള്ളം തന്നെയുള്ളൂ. ആൾക്കാർ ധാരാളം കാണാൻ വന്നിരുന്നു. കാണാൻ വന്നവർ കൊണ്ടുപോയി നല്ല തെളിവെള്ളമാണ് കിട്ടുന്നത്. അത് കൊണ്ടുപോയിട്ട് അരി ഇടിഞ്ഞ് നാശമായപ്പോൾ അത് പൈപ്പ് വെച്ചിട്ട് അത് തൂർത്തു, മണ്ണിറങ്ങാണ്ടിരിക്കുക. നല്ല വെള്ളം കിട്ടി, കലങ്ങളൊന്നും ഇല്ലാണ്ട്. അങ്ങനെ ഒരു കുറേ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ പിന്നെ അതിൽ ഇടക്കിടകൾ ഈ വന്നിട്ട് ഈ പൈപ്പിന് നാശമായി തുടങ്ങി. അതിന് മൂടി എല്ലാ സാധനങ്ങളും വെച്ച് അതും ഈ 99 വരെ അതിൽ വെള്ളം ഉപയോഗിച്ചു. 99 അത് നശിപ്പിച്ച് കളഞ്ഞു. ഈ ഇഷ്ടികപ്പൊടി പിന്നെ സിമെൻറ്റൊക്കെ കൂട്ടിയിട്ട് കൂട്ടിച്ചേർത്തിട്ട് അത് കുത്തി ചതച്ച് നാശാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്ത് വരാതിരിക്കാവുന്ന എല്ലാ വക പണികളും നടത്തി അത് നാശാക്കിയിട്ടെടുക്കപ്പോൾ പിന്നെ വെള്ളം എടുക്കലുണ്ടായിട്ടില്ല. അതാണ് വെള്ളത്തിൻ്റെ പ്രത്യേകത. 30 കൊല്ലം ഉപയോഗിച്ചു. പലരും കൊണ്ടുപോയിട്ട് പല രോഗശാന്തി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും കൊണ്ടുപോയിരുന്നു. വനമാതാവിൻ്റെ കുന്നിൻ മുകളിൽ ദേവാലയമുറ്റത്ത് സമചതുരാകൃതിയിൽ ഒരു കിണറുണ്ട്. 70 അടിയോളം താഴ്ചയുള്ള ഈ കിണറിനും പറയാനുണ്ട് അത്ഭുതങ്ങളുടെ കഥകൾ. രോഗശാന്തിക്കൊപ്പം തന്നെ കാലിക പ്രാധാന്യമുള്ള ചില ചിന്തകളും ഈ കിണർ പങ്കുവയ്ക്കുന്നു. പ്രകൃതിയാകുന്ന മാതാവിൻ്റെ തീർത്ഥമാണ് ജലമെന്നും അത് പാഴാക്കാതെ സൂക്ഷിക്കണമെന്നുമെല്ലാം വനമാതാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഈ കുന്നിൻ്റെ മുകളിൽ ഒരു ചതുരാകൃതി, ഏതാണ്ട് സമചതുരാകൃതിയിലൊരു കിണറുണ്ട്. ആ കിണറ് സ്ഥാനം കണ്ടെത്തിയതും അത് കുഴിപ്പിച്ചതും ഇവിടെ വികാരിയായിരിക്കും പിന്നീട് ബിഷപ്പായി മാറിയ ജോർജ് ആലപ്പാട്ടച്ചനാണ്. 70 അടിയോളം താഴ്ചയുള്ള ആ ചെറിയ കിണർ, വിസ്താരം കുറഞ്ഞ ആ കിണർ, മുകളിൽ നിന്ന് നോക്കിയാൽ താഴേക്ക് എത്തില്ല, കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കിണർ. പക്ഷേ ആളുകൾ വരികയും തീർത്ഥകേന്ദ്രത്തിൽ പ്രാർത്ഥന നടത്തിയതിന് ശേഷം ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഒരു ദിവസം അവിടെ വന്ന ഒരാൾ ആ കിണറിൽ ചെന്ന് പാട്ടയെടുത്ത് കിണറ്റിലേക്ക് ഇട്ട് വെള്ളം കോരാൻ ആരംഭിക്കുമ്പോൾ ആ കിണറിൻ്റെ അടിയിൽ നിന്ന്, ആ അഗാധമായ സ്ഥലത്ത് നിന്ന് ഒരു ശബ്ദം അയാൾ ശ്രദ്ധിച്ചു. അപ്പോൾ മനസ്സിലായി അത് മനുഷ്യ ശബ്ദമാണെന്ന്. ഞരക്കമോ മൂളിച്ചയോ വ്യക്തമല്ല. അദ്ദേഹം പുറത്തേക്ക് വന്നു. അങ്ങനെ പള്ളിയിൽ വന്ന് പള്ളിയിൽ പറഞ്ഞു, അങ്ങാടിയിൽ പറഞ്ഞു. പല ആളുകളും ആ കുന്നിൻ മുകളിലേക്ക് ഓടി എത്തി താഴേക്ക് നോക്കുമ്പോൾ കൃത്യമായി കാണാനില്ലെങ്കിലും എന്തോ ഒരു മനുഷ്യരൂപം അവിടെയുണ്ട്, ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ചിലർ പറഞ്ഞു കൊട്ടയിൽ കോരേണ്ടി വരും, മറ്റു ചിലർ പറഞ്ഞു ആൻറ്റി സ്പ്രേ പോലെ ആയിട്ടുണ്ടാവും. എന്തൊക്കെയാവട്ടെ, ചെറുപ്പക്കാരായുള്ള ആളുകളുടെ പ്രവർത്തന ഫലമായിട്ട്, വളരെ നേരത്തെ ശ്രമകരമായ പ്രവർത്തന ഫലമായിട്ട് ഈ ആളെ അവിടെ നിന്ന് കിണറ്റിൽ നിന്ന് ഈ 70 അടി താഴ്ചയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. വളരെ ശാന്തനായിട്ട് ആ പുറത്ത് കടന്ന ആൾ എഴുന്നേറ്റ് നിന്ന്, കാല് മുറിഞ്ഞിട്ടില്ല, കൈ മുറിഞ്ഞിട്ടില്ല, ദേഹത്തിൽ ഒരു പരിക്കും പറ്റിയിട്ടില്ല, എഴുന്നേറ്റ് നിന്നു. എല്ലാവരെയും നോക്കി അദ്ദേഹം മെല്ലെ ആ പ്രതിഷ്ഠാസ്ഥാനത്തേക്ക് നടന്നു നീങ്ങി. ഞങ്ങളും ഒപ്പം നടന്നു. കാക്കശ്ശേരി അന്തോണി മകൻ ലൂയിസ് എന്ന് പറയുന്ന ആളാണ് ഈ സംഭവത്തിൽപ്പെട്ട ആൾ. വീട്ടുകാർ കാണാതായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുക, നാട്ടുകാർ തിരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. വളരെ യുക്തി ചിന്തയ്ക്കോ ഭൗതിക ചിന്തയ്ക്കോ അതീതമായ ഒരു പ്രവൃത്തിയായിട്ട് ഞാനിത് മനസ്സിലാക്കുന്നു. തികച്ചും അത്ഭുതമായി ഞാനത് മനസ്സിലാക്കുന്നു. ഇത് മാത്രമല്ല, ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ കയറി വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച്
മഞ്ഞിൽ മൂടി നിൽക്കുന്ന ആ പള്ളിയിൽ വന്ന് പുലർകാലത്തുള്ള ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ, അതുപോലെ തന്നെ ആ സായം സന്ധ്യയിൽ പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അസ്തമന സൂര്യൻ്റെ വർണ്ണാഭമായ ശോഭ, കടലിലേക്ക് മുങ്ങിപ്പോകുന്ന കുടിക്കാൻ പോകുന്ന ആ ചിത്രം എത്ര നയന മനോഹരമാണ്. തീർച്ചയായിട്ടും ശാന്തമായ രീതിയിൽ ഒഴുകി വരുന്ന, നമ്മുടെ തലോടി പുറത്തു പോകുന്ന മന്ദമാരുതൻ എന്ത് ശാന്തി നമുക്ക് തരുന്നു. ഭക്തി മാത്രമല്ല, പ്രകൃതി സൗന്ദര്യവും ശാന്തിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം എത്രയോ ദൈവികമായ ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കുന്നു. ഈ കുന്നിൻ മുകളിൽ നിൽക്കുമ്പോൾ നമ്മുടെ പൊതുഭവനത്തിൻ്റെ സംരക്ഷണമെന്ന ഫ്രാൻസിസ് പാപ്പായുടെ ചാക്രിക ലേഖനം ഓർമ്മയിലേക്കു കടന്നുവരും. ചുറ്റുമുള്ള പല കുന്നുകളും മണ്ണെടുപ്പ് മൂലം ഇല്ലാതായിട്ടും വനമാതാവിൻ്റെ കുന്നുമാത്രം ഹരിതശോഭ പടർത്തി നിൽക്കുന്നതിൻ്റെ നിമിത്തവും അമ്മയുടെ സാന്നിധ്യമാണ്. ഈ ദേവാലയത്തിനകത്തിരിക്കുമ്പോൾ വീശിയടിക്കുന്ന കാറ്റിൽ ആ മാതൃവാത്സല്യത്തിൻ്റെ തലോടലുണ്ട്. നിർലോഭമെത്തുന്ന നീർപ്പെയ്ത്തിൽ അമ്മ നെഞ്ചിൻ്റെ കുളിർമയുണ്ട്. ഈ പ്രദേശത്ത് കണ്ടാണിശ്ശേരി കുന്ന്, ചേലൂർ കുന്ന്, പൊന്മല കുന്ന് തുടങ്ങി പന്നിശ്ശേരിയിലുമൊക്കെ ധാരാളം കുന്നുകൾ നിലനിന്നിരുന്നൊരു പ്രദേശമായിരുന്നു. ആ പ്രദേശത്തുള്ള കുന്നുകളൊക്കെ തന്നെ മണ്ണെടുപ്പും ചെങ്കൽ ഖനനവുമായി അപ്രത്യക്ഷമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ കുന്നിൻ്റെ നെറുകയിൽ മാതാവിൻ്റെ ദേവാലയം നിലനിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ ഈ മേത്തൃക്കോവിൽ കുന്ന് അല്ലെങ്കിൽ വനമാതാവിൻ്റെ കുന്ന് ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വിസ്മയകരമായ കാഴ്ച തന്നെയാണ്. പരിസ്ഥിതി സംബന്ധമായ ഒട്ടേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണിതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ പിതാവിൻ്റെ ചാക്രിക ലേഖനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോന്ന രീതിയിൽ വീണ്ടും ഈ കുന്നിൻ പ്രദേശം മുഴുവൻ വനനിബിഡമാക്കാനുള്ള തീവ്ര ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മരങ്ങളും അതുപോലെ തന്നെ കൃഷിയുമൊക്കെ ഏറ്റവും കൂടുതൽ ഈ പള്ളിയുടെ പാറപ്പുറത്താണെങ്കിൽ പോലും സാധിക്കുന്ന വിധത്തിലെല്ലാം ചെയ്തുകൊണ്ട് പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ശ്രമം ഈ ദേവാലയത്തിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഈ ദേവാലയത്തിൻ്റെ ഈ ഉച്ചിയിൽ നിന്ന് നോക്കിയാൽ ഈ പ്രദേശത്തുള്ള വയലേലകളും കവുങ്ങിൻ തോപ്പുകളും തെങ്ങിൻ തോപ്പുകളും എല്ലാം വ്യക്തമായി കാണാൻ സാധിക്കും. കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഏതു സമയത്തും ഉയരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈ ദേവാലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാനും അവരുടെ കൃഷി രീതികളിൽ എപ്പോഴും ഒരു ദൈവ സാന്നിധ്യം ഉറപ്പുവരുത്താനും അതുവഴി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതും ഒരു എടുത്തു പറയത്തക്ക കാര്യമാണ്. പരിസ്ഥിതിയുടെ ഏറ്റവും ലോലമായ ഒരു ചലനങ്ങൾക്ക് പോലും ഇപ്പോൾ ഏറെ വില കൽപ്പിക്കപ്പെടുന്ന ഒരു സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം കുന്നിൻ്റെ നെറുകയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ആവുന്ന രീതിയിൽ കൃഷിയും അതുപോലെ തന്നെ വനവൽക്കരണവും നടത്തുന്നതിനുള്ള ഒരു ശ്രമവും ഇത് ധാരാളമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രാധാന്യം മാതാവിൻ്റെ ഒരു ദേവാലയം എന്ന ഒരു കാഴ്ചപ്പാടിനൊപ്പം തന്നെ നമ്മുടെ പൊതുഭവനമായ ഭൂമിയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പരിശ്രമം കൂടി നടത്തുന്ന രീതിയിൽ ഉയർന്നു വരുന്നുള്ളത് തന്നെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ ഒരു കാഴ്ചപ്പാടിലാണ് വനമാതാവ് എന്നുള്ള വളരെ പണ്ട് ഈ മാതാവിൻ്റെ പള്ളിക്ക് പേര് കേട്ടിട്ടുള്ള ഒരു പ്രദേശം ആ രീതിയിൽ തന്നെ സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ അല്പം കൂടെ ഹരിതാഭമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത്. മാതൃഭക്തിയിൽ എന്നും മുൻപിലാണ് മറ്റം ഇടവക ജനം. ഇടവക ദേവാലയത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കു ശേഷം നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലുന്നവരാണ് ഇവർ. പരിശുദ്ധ അമ്മയുടെ വിവിധ തിരുനാളുകൾ ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ഇവർ ആഘോഷിച്ചു പോരുന്നു. നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥയാത്രത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനകൾ നമ്മൾ അവിടെ ആഘോഷിക്കുന്നുണ്ട്. എല്ലാം ശനിയാഴ്ച ഞായറാഴ്ചയും ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വയ്ക്കും. 1 മണിക്കൂർ സമയം ആരാധനയ്ക്ക് നമ്മൾ അവിടെ ആരാധനയുടെ മുന്നിൽ ഒരുമിച്ച് കൂടാറുണ്ട്. എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ച മാസത്തിരുന്നാളായിട്ട് നമ്മൾ തീർത്ഥയാത്രത്തിൽ ആഘോഷിക്കുന്നു. അന്നേ ദിവസം രാവിലെ 5:45 തിരിപ്രദക്ഷിണമായിട്ട് ഇടവക പള്ളിയിൽ നിന്ന് തീർത്ഥയാത്രത്തിലേക്ക് എല്ലാവരും പോകും.
അതിനുശേഷം ലതീഞ്ഞ് ആഘോഷമായ പാട്ടുകുർബാന, നൊവേന, അതിനുശേഷം മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് തീർത്ഥയാത്രത്തിന് ചുറ്റും പ്രദക്ഷിണമായിട്ട് ജപമാല ചൊല്ലി എല്ലാവരും നടക്കും. അതിനുശേഷം നേർച്ച വിതരണവും ഉണ്ടായിരിക്കും. വലിയ നോമ്പ് കാലഘട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 7 മണിക്ക് തീർത്ഥയാത്രത്തിൻ്റെ അടിവാരത്ത് നിന്ന് കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി എല്ലാവരും തീർത്ഥയാത്രത്തിലേക്ക് പ്രവേശിക്കും. പ്രധാനപ്പെട്ട തിരുനാൾ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന 2ാമത്തെ ആഴ്ചയിലാണ്. മാതാവിന് കിരീടം സമർപ്പിക്കാനുള്ള ഒരു തിരുനാളായിട്ടാണ് ഇത് ആഘോഷിക്കണം. എല്ലാ യൂണിറ്റുകളിൽ നിന്നും കിരീടം വഹിച്ചുകൊണ്ട് തീർത്ഥയാത്രത്തിലേക്ക് വരും. അന്നേ ദിവസം തിരുനാളിൻ്റെ ആഘോഷങ്ങളെല്ലാം ഭംഗിയാക്കാനായിട്ട് എല്ലാവരുടെയും സഹകരണം ലഭിക്കാറുണ്ട്. മാതാവിൻ്റെ വണക്കമാസം കാലം കൂടുന്നത് വളരെ ഗംഭീരമായിട്ട് തീർത്ഥയാത്രത്തിൽ ആഘോഷിക്കുന്നു. CLC സംഘടനയുടെ നേതൃത്വത്തിൽ ചക്കപ്പായസം വിതരണം ചെയ്യാറുണ്ട്. മാതാവിൻ്റെ വണക്കമാസം കാലം കൂടുന്ന ആ ദിവസം ചക്കപ്പായസം വളരെ ഭംഗിയായിട്ട് CLC പ്രവർത്തകർ വിതരണം ചെയ്യാറുണ്ട്. ജൂൺ 27-ാം തീയതി നിത്യസായ മാതാവിൻ്റെ പ്രതിഷ്ഠയുടെ ദിനമായിട്ട് ആഗോള സഭ മുഴുവനായിട്ട് ആചരിക്കുന്ന ഒരു പുണ്യമായ ദിനമാണ്. അന്നേ ദിവസം നമ്മുടെ തീർത്ഥയാത്രത്തിലും വിശുദ്ധ കുർബാനയും ലതീഞ്ഞും നൊവേനയും നേർച്ച വിതരണവും വളരെ ഭംഗിയായിട്ട് എല്ലാ വർഷവും നടത്താറുണ്ട്. മാതാവിൻ്റെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് 8 നോമ്പ് നമ്മൾ ആഘോഷമായിട്ട് ചെയ്യാറുണ്ട്. ആ 8 ദിവസങ്ങളിലും മാതാവിൻ്റെ തീർത്ഥയാത്രത്തിൽ വൈകിട്ട് വിശുദ്ധ കുർബാനയും ലതീഞ്ഞ് നൊവേനയൊക്കെ ഉണ്ടാകും. മാതാവിൻ്റെ പിറവി തിരുനാൾ ദിവസം മാതാവിനെ സമ്മാനമായിട്ട് സാരി നേർച്ച ചെയ്യാറുണ്ട്. മാതൃസംഘമാണ് അതിന് നേതൃത്വം കൊടുക്കാറ്. ജപമാല മാസം വളരെ ഭംഗിയായിട്ട് തീർത്ഥയാത്രത്തിൽ അവസാനത്തെ 10 ദിവസം ഇടവപ്പള്ളിയിൽ നിന്ന് വൈകിട്ട് ജപമാല പ്രദക്ഷിണമായിട്ട് തീർത്ഥയാത്രത്തിലേക്ക് വരും. ജപമാല മാസം അവസാനിക്കുന്ന ആ ദിവസം ഒരു സ്നേഹവിരുന്ന് അവസാനം നമ്മൾ കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിനോ പ്രത്യേക ആവശ്യം നടത്തിക്കിട്ടുന്നതിനോ വേണ്ടിയല്ല ഇവിടെയുള്ളവർ വനമാതാവിനെ ആശ്രയിക്കുന്നത്. നിത്യം വിശുദ്ധിയിൽ വളരാനും ദൈവഹിതപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും വേണ്ടിയാണ് ഇവിടത്തുകാർ വനമാതാവിൻ്റെ സന്നിധിയിലേക്കെത്തുന്നത്. നിത്യം തങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വർഗീയ സഹായമായി ഈ അമ്മയെ വണങ്ങുന്നവർക്ക് കൈവരുന്ന ജീവിത സമാധാനവും സ്വർഗീയാനുഗ്രഹങ്ങളും ഇവിടത്തുകാരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നു. 2016 നിത്യസഹായ മാതാവിൻ്റെ നവനാൾ ഭക്തി ആരംഭിച്ചതിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി. ആഗോള സഭയിൽ ഇവിടെ മറ്റത്തും വളരെ ഭംഗിയായിട്ട് അത് ആഘോഷിച്ചു. മാതാവിൻ്റെ ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ചാൽ കാണുന്ന ഒരു പ്രത്യേകത, അവിടെ ഉണ്ണീശോയെ കയ്യിലേന്തിയ അമ്മയാണ്. ആ മാതാവിൻ്റെ വലതുഭാഗത്ത് ഗബ്രിയേൽ മാലാഖ കുരിശും ആണികളുമായിട്ട് നിൽക്കുന്നത് കാണാം. മാതാവിൻ്റെ ഇടതുഭാഗത്ത് മിഖായേൽ മാലാഖ കുന്തവും നീർപ്പഞ്ഞിയുമായിട്ട് നിൽക്കുന്നത്. വരാനിരിക്കുന്ന പീഡകളെക്കുറിച്ചുള്ള സൂചനകളാണ് ഇത്. ഉണ്ണീശോ ആ ദർശനം കണ്ട മാത്രയിൽ പേടിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് ഓടിക്കയറിയിരിക്കുന്നുണ്ട്. ആ മാതാവിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഉണ്ണീശോയുടെ പാദരക്ഷയുടെ വാറുകൾ പൊട്ടിയിരിക്കുന്നത് കാണാം. അത് ഈ പീഡകളെക്കുറിച്ചുള്ള ആദിയുടെ ഒരു സൂചനയാണ്. പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെ മുഖത്ത് കാണുന്ന മ്ലാനത വരാനിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചിട്ടുള്ളതിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നതാണ്. അതുപോലെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഈശോയാണ് കാണുക. അത് ഒരു അഭയം തേടലാണ്. പരിശുദ്ധ അമ്മയിൽ അഭയം തേടുന്നതിൻ്റെ സൂചന, പ്രതീകം. നമ്മളൊക്കെ പരിശുദ്ധ അമ്മയിൽ അഭയം തേടുന്നവരാണ്.
ഈശോ പരിശുദ്ധ അമ്മയിൽ അഭയം തേടി അമ്മ ആ മകനെ ചേർത്ത് പിടിച്ച് സംരക്ഷണം നൽകിയതുപോലെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അമ്മയുടെ സംരക്ഷണം ഉറപ്പാണ്. താൻ അനുഭവിക്കാനിരുന്ന പീഡകൾ കണ്ട് ഭയന്നോടിയ ബാലനായ യേശുവിനെ ധൈര്യം പകർന്നതും ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഒരുക്കിയതുമെല്ലാം ഈ നിത്യസഹായ മാതാവാണ്. ആ അമ്മയുടെ പാദാന്തികത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ഇറക്കി വയ്ക്കാം. ദൈവനിയോഗ വഴിയിൽ അമ്മ നിത്യം നമുക്ക് സഹായമായിരിക്കും.